എല്ലാം പറഞ്ഞ അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുഴുവനും പറഞ്ഞു തന്നിട്ടുണ്ട്. ഖുർആനും ഹദീസും ഒക്കെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ എല്ലാം അല്ലാഹുവും റസൂലും ഒക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. നമ്മുടെ ചെറുപ്പക്കാരൊക്കെ മനസ്സിലാക്കി എന്തുകൊണ്ടാണ് ഭൂമി കുലുങ്ങുന്നത്, എന്തുകൊണ്ടാണ് കടൽ ക്ഷോഭിക്കുന്നത്, എന്തുകൊണ്ടാണ് ഉരുൾ പൊട്ടുന്നത്, എന്തുകൊണ്ടാണ് ഭൂമിയിലേക്ക് നമ്മൾ ഗർത്തമുണ്ടായി അതിലേക്ക് ഇറങ്ങിപ്പോകുന്നത്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. എന്തുകൊണ്ടാണ് കൊടുങ്കാറ്റ്, എന്തുകൊണ്ടാണ് കത്രീനക്കാറ്റ്, എന്തുകൊണ്ടാണ് തെത്ലി കാറ്റ്, എന്തുകൊണ്ടാണ് ലുബാൻ കാറ്റ്. പഠിച്ചല്ലേ ഇതൊക്കെ? അടിച്ചോണ്ടിരിക്കുക, ഓരോ സ്ഥലത്ത് ഇങ്ങനെ വന്നോണ്ടിരിക്കുക. എവിടുത്തെ തോതനുസരിച്ച് എങ്ങോട്ട് തിരിക്കണം എന്നുള്ള അള്ളാഹ് തീരുമാനിക്കും. ഇതൊക്കെ ഇങ്ങനെ കറങ്ങി കറങ്ങി നടക്കാണ് സംഭവം. പല പല പേര്, ഓരോരോ ദിവസം ഓരോരോ പേരാണ്. അടുത്ത സമയത്ത് ലുബാൻ കാറ്റ് വന്നു, എന്റെ മോടെ പേരാ ലുബാനാന്ന്, അതിലും പേര്. അപ്പൊ ഞാൻ പത്രത്തിൽ വായിച്ചിട്ട് മോളെ എന്റെ പേരിലാണല്ലോ ഇന്നത്തെ കാറ്റ്, കൊള്ളാം. വേറെ കാറ്റിന് എന്ത് പേരിടാനാണ്? ഓരോരോ പേര് ഇങ്ങനെ ഇട്ട് പോവാണ്. ഇതെല്ലാം എന്തുകൊണ്ടാണ് കാറ്റടിക്കുന്നത്? അതീത് കേട്ടോ, അപ്പൊ മനസ്സിലാവും ഈ കാറ്റടിക്കുന്നൊക്കെ എന്താ സംഭവം. എല്ലാം അതാ റെഡ് അലർട്ട് അള്ളാഹ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു, നേരത്തെ എല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഇനി പുതിയതായിട്ടൊന്നും കൊണ്ടുവരാനൊന്നുമില്ല. എല്ലാം സംഭവിക്കാൻ പോകുന്നത് വച്ച വെള്ളം പോലെ അള്ളാഹു അവന്റെ റസൂലും പഠിപ്പിച്ചു കഴിഞ്ഞു, എല്ലാം പഠിപ്പിച്ചു. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അബൂ ഉമാമ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്, റവാഹു അഹ്മദ്, യബീതു ഖൗമുൻ മിൻ ഹാദിഹിൽ ഉമ്മ, എന്റെ സമൂഹത്തിലെ ഒരു വിഭാഗം ആളുകൾ രാത്രി ഉറങ്ങാൻ കിടക്കുന്നത് അലാ തുഅമിൻ വശുർബിൻ വലഹുവിൻ വലഅബിൻ, തിന്നും കുടിച്ചും കളിച്ചും ചിരിച്ചും രസിച്ചും രമിച്ചും കൊണ്ടാണ് അവർ ഉറങ്ങുക. ഫയുസ്ബിഹൂ ഖദ് മുസിഖൂ ഖിറദതൻ വഖനാസീറാ, നേരം വെളുക്കുമ്പോ അവരുടെ കോലം തന്നെ മരിക്കപ്പെട്ട അവസ്ഥയിലായിരിക്കും. രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ രാത്രി പറഞ്ഞ വാക്കാണ്, ശരിയല്ലേ? നമ്മൾ രാത്രി 12 മണി, നിങ്ങൾ ഹൈവേയിലൂടെ പോയി നോക്ക്, 12 മണി 1 മണിക്കൊക്കെ അൽഫാമിന്റെ കാലും കടിച്ചുകൊണ്ടിരിക്കുന്ന കാണാം. അൽഫാമിന്റെ കാല് ഒരുത്ത ഇങ്ങോട്ട് പിടിക്കുന്നു, അവരിങ്ങോട്ട് പിടിക്കുന്നു, അല്ലേ? നാറിലെ കോഴി, നൂറിലെ കോഴി, ചൊവ്വായ കോഴി, പാവം കൊച്ചു കുഞ്ഞ് പ്രസവിച്ച് കിടക്കുന്ന പോലെ അങ്ങനെ ഇരിക്കുന്ന കാണുമ്പോൾ തന്നെ ഒരു വിഷമം വരും. അല്ലാഹ് കഷ്ടം. അതിനെ പൊക്കി എടുത്തോണ്ട് വന്ന് അളിയ പിടിയളിയ, ഒരു കാലം അങ്ങോട്ട് ഒരു കാലം ഇങ്ങോട്ട്. സമയം നോക്കുമ്പോ 1:42. എടാ ഈ 12 മണിക്ക് ഇവന്മാര് തിന്നുന്ന കണ്ടില്ല. രാത്രിയാ മൊത്തം കട, നൈറ്റ് കടകളല്ല കൂടുതലും. ഹദീസ് റസൂലുള്ളാഹി പറഞ്ഞ വാക്കാണ്, രാത്രി ഇതൊക്കെ തിന്നിട്ടല്ലേ പോയി കിടക്കുന്നത്. കഞ്ചാവ് ഇഷ്ടം പോലെ കിട്ടും, തട്ടുകടയുടെ കൂട്ടത്തിൽ നിന്നും കിട്ടും സാധനം. ആംബ്ലേറ്റ് അടിച്ചു വിട്ടിട്ട് ഈ സാധനം പൊടിച്ചിട്ട് കൊടുക്കുകയാണ്, നല്ല റാഹത്താണ്. അപ്പൊ നല്ല ഉറങ്ങാൻ പറ്റുമെന്ന്. നമ്മൾ കുരുമുളകാന്ന് വിചാരിച്ച് മുസ്ലിയാർ അങ്ങനെ മേടിച്ചടിച്ച സുബഹി 9 റക്അത്തായിരിക്കും രാത്രി. അതുകൊണ്ട് തട്ടുകടയിൽ പോയിട്ട് ബുൾസെ അടിക്കാൻ നിൽക്കണ്ട, ഏറ്റവും നല്ല കാര്യം അതാണ്. ചുരുട്ടിട്ട് കൊടുക്കാണ് സാധനം. ഇങ്ങനെ ഒന്നും മനസ്സിലാവുന്നില്ല സംഭവം എന്താണെന്നൊന്നും, ഒന്നും അറിയില്ല. തിന്നും തിന്നാനും കുടിക്കാനും പറ്റാത്ത കാലഘട്ടമാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. കാലങ്ങൾ അങ്ങനെയായി പോയി ഹബീബേ. ഇതൊക്കെ നബി തങ്ങൾ പറഞ്ഞ വാക്കാണ്. നമ്മൾ അത്ഭുതപ്പെടാനൊന്നുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, രാത്രി എന്റെ ഉമ്മത്ത്, അതാണ് നബി തങ്ങൾ പ്രത്യേകം പറഞ്ഞു, യബീതു ഖൗമൻ മിൻ ഹാദിഹിൽ ഉമ്മ, എന്റെ ഉമ്മത്ത്, ഈ സമുദായം രാത്രി ഉറങ്ങുന്നത് അലാ തുഅമിൻ വശുർബിൻ, തിന്നും കുടിച്ചിട്ടുമാണ്, വലഹുബിൻ വലഅബിൻ, കളിച്ചും ചിരിച്ചിട്ടും. വാട്സാപ്പിൽ കളിയല്ലേ രാത്രി ഉറങ്ങുമ്പോ? അതല്ലേ അല്ലാഹുമ്മ ബിസ്മിക അമൂതു വഅഹ്യാന്ന് പറഞ്ഞിട്ട് രാത്രി ഉറങ്ങും. രാവിലെ എഴുന്നേൽക്കുമ്പം അൽഹംദുലില്ലാഹി അൽദി അഹ്യാന ബഅദ മാ അമാതന വഇലൈഹി നുശൂർ എന്ന് പറഞ്ഞ് എഴുതാം. ഇപ്പൊ ശരി നേരം വെളുത്തോണ്ട് എഴുന്നേറ്റ് കുത്തി നോക്കും വല്ലവണ്ണം വിട്ടോന്ന്, വല്ല സാധനം വിട്ടിട്ടുണ്ടോന്ന്. രാവിലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് സാധനം എടുത്ത് ആദ്യം വരച്ചു നോക്കുന്നതല്ലേ. ദിക്റുകളുണ്ടോ? അല്ലാഹയെ ഓർക്കാറുണ്ടോ? ഉറങ്ങാൻ കിടക്കുമ്പോഴേ തന്നെ എഴുന്നേൽക്കുമ്പോഴേ തന്നെ തലങ്ങണിക്ക് വരെ ഇതെടുത്ത് ഇങ്ങനെ സൈഡിൽ വെച്ചിരിക്കുകയാണ്. കളിയിലും ചിരിയിലും രസത്തിലും അനുഭൂതിയിലുമാണ് എന്റെ ഉമ്മത്ത് രാത്രി ഉറങ്ങുന്നത്. പന്നിയുടെയും കുരങ്ങന്റെ ഒക്കെ കോലത്തിലാക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെങ്കിലും എന്റെ ഉമ്മത്തികളെ കോലം മറിക്കലെന്ന് ദുആ ചെയ്തിട്ടുണ്ട്. പക്ഷേ കോലം മാറിപ്പോ, നമ്മുടെ രൂപം മാറിപ്പോ. എങ്ങനെ? നേരം വെളുക്കുമ്പോൾ
നേരം വെളുക്കുമ്പോ രാത്രി സംസാരിച്ചിട്ട് ഉറങ്ങാൻ കിടന്നവരാണ്, രാത്രി ഫോണിലൂടെ സംഭാഷണം നടത്തിയവരാണ്, 12 മണി 1 മണിക്ക് സംസാരിച്ചവരാണ്, പരസ്പരം ചാറ്റ് ചെയ്തവരാണ്. നേരം വെളുക്കുന്ന സമയത്ത് ഒരു വിഭാഗം ആളുകൾ കടയുടെ സൈഡിൽ നിന്നിട്ട് പറയുന്നു, ബിബനി ഫുലാൻ ഹത്താ യുസ്ബിഹൻ നാസ് ഫയഖൂലൂൻ. ജനങ്ങൾ നേരം വെളുക്കുമ്പോൾ എഴുന്നേറ്റ് വന്നിട്ട് വിളിച്ചു പറയുകയാ, ഖുസിഫൽ ലൈലത ബിദാരി ഫുലാൻ ഖുസിഫൽ ലൈലത ബിബനി ഫുലാൻ. അളിയാറിഞ്ഞോ, ഇന്നാരുടെ വീടോടുകൂടി ഭൂമി കൊണ്ടുപോയി, ഇന്നാരുടെ മകനെ വെള്ളം കൊണ്ടുപോയി, ഇന്നാരുടെ മകന്റെ വീടും കുടുംബവും ഉരുൾപൊട്ടലിൽ ഒലിച്ചുപോയി എന്ന് ജനങ്ങൾ പറയുന്ന അവസ്ഥയിൽ ഈ സമൂഹം രാത്രി ഉറങ്ങാൻ കിടക്കുന്നത് കളിയിലും ചിരിയിലുമായിരിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹ്. അടിമാലിയിൽ 12 മണിക്ക് പരസ്പരം സലാം പറഞ്ഞു ഉറങ്ങിയവരാണ്, പരസ്പരം ഷെയ്ഖാൻഡ് കൊടുത്തുറങ്ങിയവരാണ്, പരസ്പരം ഫോണിലൂടെ ചാറ്റ് ചെയ്തുറങ്ങിയവരാ. 3 കാലിന് ഉരുൾപൊട്ടിയത് അവരെ അറിയുന്നില്ല, ആ നാട്ടുകാരെ അറിയുന്നില്ല. നേരം വെളുക്കുമ്പോ ആ ഗ്രാമവീതിയിലൂടെ സഞ്ചരിച്ചവരെ കാണുന്നത് അത്ഭുതം കാഴ്ചയാണ്, അത്ഭുത കാഴ്ചയാ. അങ്ങനെ ഒരു വീട് അവിടെ ഇല്ല. ഖുർആൻ പറഞ്ഞില്ലേ, കഅല്ലം തഗ്ന ബിൽ അംസി. ഇന്നലെ ഒരു വീട് ഇവിടെ ഉണ്ടായിരുന്നു, പക്ഷേ ഇങ്ങനെ ഒരു വീട് ഇവിടെ ഇല്ലാത്ത മാതിരി അല്ലാഹു ആ ഭൂമിയെ നിരപ്പാക്കി കളഞ്ഞു. എല്ലാരും പറഞ്ഞില്ലേ നേരം വെളുത്തപ്പോ അറിഞ്ഞോ സംഭവം? ഇടുക്കിയിലെ ഭൂമി കുലുക്കം, ഉരുൾപൊട്ടൽ, ഒരു വീട് ഒലിച്ചുപോയി, 4 പേരൊരു കുടുംബത്തിൽ ഒലിച്ചുപോയി, കുട്ടി ഒലിച്ചുപോയി, തള്ള ഒലിച്ചുപോയി. നമ്മളെല്ലാരും പറഞ്ഞില്ലേ? പറഞ്ഞില്ലേ അബീവേ? എന്താ മിണ്ടാത്ത നിങ്ങള്? പറഞ്ഞില്ലേ? അത് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞാ പറയുമെന്ന് ജനങ്ങൾ നേരം രാവിലെ അല്ലേ പറഞ്ഞത്, രാത്രി അറിയില്ലല്ലോ. ഇങ്ങനെ സംഭവിച്ച നമ്മൾ അറിയില്ലല്ലോ, ഇനി അവിടെ ഉള്ളവർ അറിഞ്ഞു കാണും. പക്ഷെ നമ്മൾ അറിഞ്ഞ രാവിലെയാ, ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോ അറിഞ്ഞോ, അടിമാലിയിൽ ഉരുൾപൊട്ടൽ, ഇടുക്കിയിൽ ഉരുൾപൊട്ടൽ, ഇന്ന സ്ഥലത്ത് ഉരുൾപൊട്ടൽ, കോഴിക്കോട് ഉരുൾപൊട്ടൽ. ഇതെല്ലാം ഉരുൾപൊട്ടി എന്ന് പറയുമ്പോൾ ഇത്ര വീട് പോയി, ഇത്ര പേര് പോയി, ഇത്ര ആളുകളെ കാണാനില്ല. അവര് വിളിച്ചു പറയുകയാണ്, ഇന്ന കുടുംബക്കാരെ കൊണ്ട് വീട് ഇതാ മുക്കിയിരിക്കുകയാണ്, വീട് ഇതാ ഒഴിച്ചു പോയിരിക്കുകയാണ്, ഭൂമി ഇതാ താഴ്ന്നിരിക്കുകയാണ്. ആകെ മൊത്തത്തിൽ വിഷമം, പ്രയാസം. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ബഹുമാനപ്പെട്ട സ്വഹാബത്ത് ചോദിക്കുകയാണ്, അല്ലാഹുവിന്റെ റസൂലേ, ഇങ്ങനെയൊക്കെ സംഭവിക്കാനുള്ള കാരണം എന്താണ് നബിയേ? ഹബീബുനാ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാ, അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ അയച്ചതുപോലുള്ള പ്രളയങ്ങളാണ് അയക്കുക. സുനാമി കൊണ്ട് അല്ലാഹു പരീക്ഷിക്കും, അതേപോലെ കടൽക്ഷോഭത്തെ കൊണ്ടും വെള്ളപ്പൊക്കത്തെ കൊണ്ടും അല്ലാഹു പരീക്ഷിക്കും അത്രേ. മാത്രമല്ല ആദ് സമൂഹത്തിന്റെ നേർക്ക് അല്ലാഹു തആല അയച്ച ഭയങ്കരമായ കാറ്റ്, അരീഹൽ അഖീർ വലതുർസിലന്ന അല്ലാഹു അലൈഹിം അരീഹൽ അഖീർ. ഒരു ഗുണം ചെയ്യാത്ത ആർക്കും ഗുണമില്ലാത്ത കൊടുങ്കാറ്റ് കൊണ്ട് അല്ലാഹു അവരെ പരീക്ഷിക്കുമെന്ന് ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞപ്പോ സഹാബാക്കൾ ചോദിക്കുകയാ, അതിന്റെ കാരണങ്ങൾ എന്താണ് നബിയേ? ബീനാ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, 5 കാരണങ്ങളാണ് സഹാബ. അതിനുള്ള കാരണങ്ങൾ 5ആണ്. 1, ബിശുർബിഹിം അൽ ഖംറ. അവർ മദ്യം കുടിക്കുന്നതിന്റെ പേരിലാണ്, കഞ്ചാവ് കഴിക്കുന്നതിന്റെ പേരിലാണ്. കഞ്ചാവ് മദ്യമൊക്കെ കല്ലി വലിയ അതൊക്കെ പോയി സംഭവം, അതൊക്കെ ജ്യൂസ് പോലെയുള്ളൂ. ഇപ്പൊ അതൊന്നും പറ, മറ്റേ സാധനം വേണം. അത് പോയി ഇഞ്ചക്ട്. ഇത് നമ്മുടെ ചെറുപ്പക്കാർ, നമ്മുടെ കൊച്ചുകുട്ടികളടക്കം 10ാം ക്ലാസ്, 12ാം ക്ലാസ്, 13ാം ക്ലാസ്. കഴിഞ്ഞ ആഴ്ച പത്രത്തിൽ വന്നില്ലേ, വെടിഞ്ഞത്ത് ഒരു ഉമ്മയെ ആരാ കൊന്നത്? ഒരു ഉമ്മയെ കൊന്നത് ആര്? 15 വയസ്സുള്ള പയ്യൻ, സ്വന്തം മകൻ കഞ്ചാവിനടിറ്റ്. 5 കാര്യം. ഒരു ഹദീസ് തുറക്കട്ടെ. വേറെ ഭൂകമ്പം ഉണ്ടാകാനുള്ള കാരണം എന്തെന്ന് ചോദിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട അനസ് റളിയല്ലാഹു അൻഹു ആയിഷ ബിയുടെ അരികിലേക്ക് പോയി. എന്തുകൊണ്ടാണ് ഈ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുന്നത് ഒന്ന് പറഞ്ഞു തരുമോ? കേട്ടോണം, നല്ലപോലെ കേട്ടോണം. ഇനി അടുത്തുണ്ടാകുമ്പോൾ ഈ ഹദീസൊക്കെ ഓർമ്മ വരാൻ വേണ്ടിയിട്ടാണ്.
ഉണ്ടാവൂല എന്നും പറഞ്ഞ് തൗബ ചെയ്തുകൊണ്ടെല്ലാം പോയെന്നും പേടിക്കൊന്നും വേണ്ട. പതി അള്ള പിടിച്ചിരുത്തിയേക്കുക. ആരുടെയൊക്കെ ഒരുപാട് വർക്കത്തുണ്ട്. പേടിച്ചോ എല്ലാം കേട്ടോ. നിർത്താൻ സമയമായോ? പോകുന്ന ആൾക്കാരുണ്ട്. ഇത് കേട്ടപ്പോൾ ഭൂകമ്പം ഉണ്ടാവുമെന്ന് പേടിയായിരിക്കും. എത്ര പോയാലും കൂടെ വരുമെന്ന ഹദീസ്. അതിന്റെ ആയത്തുണ്ട്, ഓതണോ? പോകുന്നവന്റെ കൂടെ വരുമെന്ന, ഓടുമ്പോ അവന്റെ മുന്നാലെ വരുമെന്നുണ്ട്. അതിന്റെ ആയത്തുണ്ട്. എല്ലാം ഉണ്ട്. അല്ലാഹു തആല ഒന്നും പറയാതെ പോയിട്ടില്ല. ഉറങ്ങുന്ന സമയത്ത് കളിച്ചോണ്ടിരിക്കുമ്പോ വരുമെന്ന്, പകൽ സമയത്ത് നടക്കുമ്പോ വരുമെന്ന്. എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല പച്ചയായിട്ട് ഖുർആനിൽ പറഞ്ഞിരിക്കുക. എവിടെ ഓടിപ്പോകാനാ, എങ്ങോട്ട് പോകാനാ? അതാ അല്ലാഹു ഞാൻ നേരത്തെ ഒരു ആയത്ത് ഓതി വെച്ചു. എങ്ങനെയൊക്കെയാ ശിക്ഷിക്കുന്നത്? فَكُلًّا أَخَذْنَا بِذَنبِهِ فَمِنْهُمْ مَنْ أَرْسَلْنَا عَلَيْهِ حَاصِبًا. കൊടുങ്കാറ്റടിച്ച്, ചരൽക്കാറ്റടിച്ച്, പൊടിക്കാറ്റടിച്ച്, തീക്കാറ്റടിപ്പിച്ച് ഈ സമൂഹത്തെ ഞാൻ പീഡിപ്പിക്കുമത്രേ. കാറ്റടിക്കുന്നതിന് വേറൊരു കാരണം ഒരു അതീതനെ പറഞ്ഞുതരാം. എന്തുകൊണ്ട് ഇപ്പൊ ഈ കാറ്റ് ഭയങ്കരമായിട്ട് കിടന്നടിക്കുന്നത്? സുപ്രീം കോടതിയുടെ ഉത്തരവ്. നബിയുനാ സഫീനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഇദസ്തഗ്നൻ നിസാഉ ബിന്നിസാ വർരിജാലു ബിർരിജാൽ ഫബശ്ശിർഹും ബിരീഹിൻ ഹംറാ തഖ്റുജു മിൻ ഖിബലിൽ മശ്രിഖി ഫയുംസഖു ബഅ്ദുഹും വയുഖസഫു ഫി ബഅ്ദ് ذلك بما عصوا وكانوا يعتدون كما قال رسول الله صلى الله عليه وسلم. ആദരവായ റസൂലുള്ളാഹി തങ്ങൾ 1000 വർഷങ്ങൾക്ക് മുമ്പ് മദീന പള്ളിയുടെ ഉമ്മറപ്പടിയിൽ വെച്ച് പറഞ്ഞില്ലേ, അത് യാഥാർത്ഥ്യമായില്ലേ? അതുകൊണ്ടാണ് കൊടുങ്കാറ്റടിക്കുന്നതെന്ന് ഹബീബായ തങ്ങൾ പറയുകയാണ്. എന്തേ കാരണം? ഇദസ്തഗ്നൻ നിസാഉ ബിന്നിസാ, പെണ്ണ് പെണ്ണിനെ കൊണ്ട് ലൈംഗിക അരാജകത്വത്തിന് നേതൃത്വം കൊടുക്കുമ്പോ വദ്രിജാലു ബിർരിജാൽ, ആണ് ആണുങ്ങളുമായി പ്രകൃതി വിരുദ്ധ ലൈംഗിക ആഭാസത്തിന് പരസ്യമായ ഒരു അനുവാദം ഏതൊരു കാലഘട്ടത്തിൽ ലഭിക്കുന്നുവോ ഫബശ്ശിർഹും, അവർക്കൊരു സന്തോഷ വാർത്ത അറിയിക്കണേ. എന്താണ് ആ സന്തോഷ വാർത്ത? ബിരീഹിൻ ഹംറാ, കൊടുങ്കാറ്റ്, ചരൽക്കാറ്റ്, തീക്കാറ്റ്, കത്രീന കാറ്റ്, തെത്ലി കാറ്റ്, ലുബാൻ കാറ്റ്, ഇതുപോലുള്ള കൊടുങ്കാറ്റുകളെ കൊണ്ട് അവർക്കൊരു സന്തോഷ വാർത്ത അറിയിക്കണേ. ആ കൊടുങ്കാറ്റടിച്ചാൽ എന്താണ് പിന്നീട് സംഭവിക്കുക? ഫയുംസഖു ബഅ്ദുഹും വയുഖസഫു ബിബഅ്ദ്, അവരുടെ ചിലരുടെ കോലങ്ങൾ തന്നെ മറിക്കുകയും ചിലരെ ചെളിക്കുണ്ടിൽ ആഴ്ത്തിക്കളയുകയും ചെയ്യുമത്രേ. പോയി 5 ദിവസം കഴിഞ്ഞ് എടുക്കുമ്പോ മോന്ത കാണൂല, കണ്ണ് കാണൂല, എല്ലാം കൂടെ ഞങ്ങൾക്ക് ഇരിക്കുന്ന ആളാ, തെള്ളിയും പറിച്ചൊക്കെ ഇരിക്കുന്ന ആളാ. അതിന്റെ അർത്ഥം എന്താ? വിരൂപി എന്നല്ല അതിന്റെ അർത്ഥം. കോലം മറിച്ചു എന്ന് പറഞ്ഞാൽ ഇതാണ് അതിന്റെ അർത്ഥം. ഓക്കി കാറ്റടിച്ചു, DNA ടെസ്റ്റ് ചെയ്തിട്ടല്ലേ ഇത് ഇന്നാളാണെന്ന് മനസ്സിലാക്കിയത്. കേരളത്തിലാണ് സംഭവം. ഓക്കി കാറ്റടിച്ചു. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ശരിയാണ്, കൊടുങ്കാറ്റടിക്കും, പക്ഷെ നിങ്ങളുടെ രൂപം മനസ്സിലാക്കാൻ പറ്റൂല. ഭൂമിക്കുള്ളില് നിങ്ങൾ അതിലേക്ക് നിങ്ങൾ താഴ്ന്നു പോകും, ആണ്ടുപോകും, ചെളിയിൽ കുടുങ്ങിപ്പോകും, പുതഞ്ഞു പോകും. അള്ളാഹു റസൂൽ പറഞ്ഞു, അങ്ങനല്ലേ എടുത്തത് ഇടുക്കിയില് ചെളിക്കുണ്ടിൽ നിന്ന്. ആരാന്ന് മനസ്സിലായില്ല. കാല് പിടിച്ചപ്പോൾ കാല് മാത്രം അടർന്നു വന്നു. ആ കാല് ആരുടെയാന്ന് അറിയാൻ വേണ്ടി DNA ടെസ്റ്റ് നടത്തി. DNA പെണ്ണിന്റെ ആണോ ആണിന്റെ ആണോ എന്ന് മനസ്സിലാക്കാൻ. അത്രത്തോളം അവസ്ഥ. അതിന്റെ അർത്ഥം അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അല്ലാതെ പന്നിയെ പോലെ, അതല്ലാതെ കുരങ്ങനെ പോലെ കോലം മറിക്കുന്നല്ല. നമ്മുടെ ഈ നിലവിലുള്ള കോലം മാറിപ്പോകും. ശരിയല്ലേ? ഇന്തോനേഷ്യയുടെ ഫോട്ടോ നിങ്ങൾ കണ്ടില്ലേ? കോലങ്ങൾ എങ്ങനെയാണ്? നഊദുബില്ലാ, നഊദുബില്ലാ, നഊദുബില്ലാ. അല്ലാഹു നീ കാക്കണേ പടച്ചവനെ, അല്ലാഹു നീ കാക്കണേ പടച്ചവനെ, അല്ലാഹു നീ കാക്കണേ പടച്ചവനെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രത്യേകം നമ്മളോട് ദുആ ചെയ്യാൻ പറഞ്ഞു. നമസ്കാര ശേഷം നിങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്യണം. കാന യസ്തഈദു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിനോട് ഇസ്തആദ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ എപ്പോഴും കാവൽ ചോദിക്കും. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ
ഫിത്നതി മാ ളഹറ മിൻഹാ വമാ ബത്തൻ. اللهم إني أعوذ بك من الفتن ما ظهر منها وما بطن. അല്ലാഹുവേ, രഹസ്യമായും പരസ്യമായും ഒളിഞ്ഞതും തെളിഞ്ഞതുമായ ഫിത്നകളിൽ നിന്ന്, ഈ പരീക്ഷണങ്ങളിൽ നിന്ന്, പടച്ചവനെ, ഈ പ്രകൃതി ദുരന്തങ്ങളിൽ നിന്ന് ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണേ അല്ലാഹുവേ. ഞാൻ നിന്നോട് അഭയം തേടുന്നു പടച്ചവനെ, കാവൽ തേടുന്നു പടച്ചവനെ എന്ന് ആദരവായ റസൂലുള്ളാഹി തങ്ങളെ ദുആ ചെയ്യുമായിരുന്നു. എല്ലാ നമസ്കാര ശേഷവും നമ്മളോടും പറഞ്ഞിട്ടുണ്ട്, നിങ്ങളും അങ്ങനെ ദുആ ചെയ്യണേ. എവനതിനുള്ള സമയം? അള്ളാഹയോട് ചോദിക്കാൻ എവനതിനുള്ള സമയം? അള്ളാഹുവിന്റെ റസൂൽ അതുവരെ നമുക്ക് പഠിപ്പിച്ചു തന്നു. അപ്പൊ നമ്മുടെ കോലം തന്നെ മറിക്കപ്പെടും. എന്തേ കാരണം? പ്രകൃതി വിരുദ്ധ ലൈംഗികത അധികരിച്ചാൽ അനുവാദം കിട്ടിയില്ലേ? ഇന്ത്യയിൽ അനുവാദം കിട്ടിയില്ലേ? ആ മൂള് നിങ്ങൾ മൂളിയെങ്കിലല്ലേ? അല്ലെങ്കിൽ ഞാൻ വെറുതെ കള്ളത്തരം പറഞ്ഞിട്ട് പോവാന്ന് പറയും. എന്ന് പറഞ്ഞാൽ ആണുമായിട്ട് പെണ്ണുമായിട്ട് എന്തിനുള്ള അനുവാദമായി? അപ്പൊ ഇനി മുസ്ലിയാരാണ് മദ്രസ കുട്ടിയെ പീഡിപ്പിച്ചെന്ന് പറഞ്ഞ് പരാതിയായിട്ട് വരാൻ പാടില്ല. അനുവാദം പൊതു അനുവാദമായി, സുപ്രീം കോടതി ഉത്തരവല്ലേ. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അങ്ങനെ എങ്ങാനും ചെയ്താൽ എന്താ സംഭവിക്കുന്നത്? കോലം മറിക്കപ്പെടും. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. സുപ്രീം കോടതി അനുവാദിയാണെന്ന് പറഞ്ഞ് ഏതെങ്കിലും പരിപാടിക്ക് പോകാൻ പറ്റുമോ? വേറൊരു അനുവാദം കൂടെ കിട്ടി. എന്താണ്? വിവാഹേതര ബന്ധം. ഇല്ല കിട്ടിയില്ലേ? ഇവിടെ വന്നില്ല റിപ്പോർട്ട്. അതുകൊണ്ടൊരു ഗുണമുണ്ടായി. എന്താ ഗുണം എന്ന് പറഞ്ഞാൽ, കെട്ടിയോനും രണ്ട് മുറിയിലായിരുന്നു, ഇപ്പൊ ഒരു മുറി കിടക്കാൻ തുടങ്ങിയവര്. ചില വീടുകളിലൊക്കെ അങ്ങനെ അല്ലേ ഉസ്താദേ? ചില വീടുകളിലൊക്കെ അങ്ങനെയാണ്, ഭാര്യ വേറെ ഭർത്താവ് വേറെ. അതുകൊണ്ട് ഇപ്പൊ ഒരു മുറിയിൽ കിടക്കാൻ തുടങ്ങി. അതും കൊള്ളാം, സുപ്രീം കോടതിയുടെ നല്ലൊരു ഉത്തരവാദം. എന്തിനാ? സ്നേഹം കൊണ്ടല്ല, അടിച്ചു മാറ്റുമോ എന്ന് പേടിച്ചിട്ട്. സ്നേഹം കൊണ്ടത് അങ്ങനെ നടക്കില്ല. കൊള്ള എത്ര പ്രാവശ്യം അവള് പറഞ്ഞു, ഇവിടെ വന്ന് കിടക്ക പോട്ടെ, ഞാൻ കൊണ്ടൊന്നും കയറുന്നില്ല. വന്നപ്പോഴേ ഒരാൾ പറഞ്ഞു, ഉസ്താദേ നമ്മുടെ ആൾക്കാരൊക്കെ ഇരിപ്പുണ്ട്, അച്ഛ അതൊന്നും പറയല്ലേ. ഞാൻ അതൊന്നും പറയുന്നില്ല, പോട്ടെ. ചില വിഷയം പറഞ്ഞ് ഞാൻ പറയൂല, അറിയാതെ ചിലപ്പോ എന്തെങ്കിലും സംഭവിച്ചു പോയാൽ കുനിഞ്ഞിരുന്നേക്കണമെന്ന് പറഞ്ഞു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിവാഹേതര ബന്ധം എന്തുകൊണ്ടാണ് ഭൂകമ്പുണ്ടെന്നൊരു ഹദീസ് കേട്ടോ. അതോടെല്ലാം പറഞ്ഞുതരാം. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. അള്ളാഹു മോനെ വക്കലെടുക്കുന്നുണ്ട് ചങ്ങാതിമാരെ. സമയമാകുമ്പോൾ ഇവിടെ കൊണ്ട് വെച്ചേരെ, ഞാൻ പറയാം. 2 മണിക്കൂർ പ്രസംഗിക്കണം. 9:40 തുടങ്ങിയല്ലയോ? ആന്നോ? 9:10 11:30ക്ക് മുമ്പ് തീർക്കണം. എൻ്റെ വീടിനടുത്തൊരാൾ മരണപ്പെട്ടു, അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് പോകണം. പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോയി. എന്നാലും കുഴപ്പമില്ല, ഇത്രയൊക്കെ കേട്ടില്ലേ? ഇനി എന്ത് കുലുങ്ങാൻ, എല്ലാം കുലുങ്ങിക്കൊണ്ടിരിക്കുകയാണ് സംഭവം. അനസ് റളിയല്ലാഹു തആല അൻഹു ചില സഹാബാക്കളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിൽ വന്ന് ചോദിച്ചു. അല്ല, ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു. فقال لها الرجل يا أم المؤمنين حدثني عن الزلزلة. ഭൂകമ്പം ഉണ്ടാകുകയും ഭൂമി കുലുക്കം ഉണ്ടാകുന്നതിന് കാരണം ഒന്ന് പറഞ്ഞതാ. എന്തുകൊണ്ടാണ് ഭൂമി കുലുങ്ങുന്നത്? പ്രകൃതിക്ഷോഭം ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? പ്രകൃതിയുടെ ദുരന്തങ്ങൾ സംഭവിക്കുന്നത്, അതിന്റെ കാരണം ഒന്ന് പറഞ്ഞതാ. ബഹുമാനപ്പെട്ട മഹദിയായ ആയിഷ സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, 3 കാരണം. മഹദി അവർ പറഞ്ഞു 3 കാരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ 5 കാരണം, അത് വേറെ. അതിലൊന്നേ ഞാൻ പറഞ്ഞു വെച്ചിട്ടുള്ളൂ. അതിന്റെ അംശം വരുന്നുണ്ട്, അതായത് ഇതും കൂടെ ചേർത്ത് പറയുന്നു. നല്ലപോലെ ശ്രദ്ധിച്ച് കേൾക്കണം ഇൻഷാ അല്ലാഹ്. നമ്മൾ പൈസ എന്തിലും കുഴപ്പമില്ല, വാള് കേട്ടിട്ട് പോകും. ബഹുമാനപ്പെട്ട ആയിഷ സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, നല്ലപോലെ കേൾക്കണം. ഇപ്പൊ നമ്മുടെ സുപ്രീം കോടതി പറഞ്ഞത് എത്ര വലിയ കാര്യമാണ്. വിവാഹേതര ബന്ധം അനുവദനീയല്ലേ? വിവാഹേതര ബന്ധങ്ങൾ അനുവദനീയമാകുന്ന ഒരു കാലം വന്നാൽ, ഞാൻ പറഞ്ഞ വാക്കല്ല മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ. ഭൂകമ്പം ഉണ്ടാകാനുള്ള കാരണം അനസ് റളിയല്ലാഹു തആല പോയി ചോദിച്ചു. ഭൂകമ്പം ഉണ്ടാകാനുള്ള കാരണം എന്താന്ന് പറഞ്ഞതാ മഹദി അവർകളെ. അപ്പൊ പറഞ്ഞു കൊടുത്ത മറുപടിയാണ്, ഇദസ്തബാഹു അസ്സിനാ വശുരിബത്തിൽ ഖുമൂർ വളറബു ബിൽ മആസിഫി ഗാറല്ലാഹു ഫീ സമാഇ فقال الله للأرض تزلزلي فإن تابوا ونزعوا وإلا أهدمها عليهم.
ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞ വാക്ക. 3 കാരണങ്ങളാ മഹദി അവരോട് പറഞ്ഞത്. ഭൂമി കുലുങ്ങാനുള്ള കാരണം 3 കാരണം. എന്താ പറഞ്ഞത്? 1, ഇദസ്തബാഹു അസ്സിനാ, വിവാഹേതര ബന്ധങ്ങൾ അനുവദനീയമാകുമ്പോൾ. മുസ്തഹബ്, ഇസ്തിഹ്ബാബ്, ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമുള്ളവരുമായിട്ട് എന്തുമാകാം. വന്നില്ല നിയമം. ഇതിനു മുമ്പ് ഇസ്ലാം പറഞ്ഞില്ലേ ഇങ്ങനെ വരുമെന്ന്? ഇസ്ലാം പറഞ്ഞില്ലേ? ഇതിന് ഉപോത്ബലകമായി വേറെ ഹദീസുകളുണ്ട്. ഇങ്ങോട്ടേക്കൊന്നും പോയാൽ ഇന്നൊന്നും പ്രസംഗവും തീരൂല, 35 പാക്കറ്റും കിട്ടൂല. ഇങ്ങോട്ടൊന്നും പോകുന്നില്ല സംഭവം. ഇഷ്ടം പോലെ ഉണ്ട്. ഇന്നും നാളെ ഒന്നും പറഞ്ഞാൽ തീരരുത്. മൊത്തം ഓരോന്നോരോന്നും എല്ലാ നിയമങ്ങളും അല്ലാഹു റസൂൽ പറഞ്ഞിട്ട് ഇവിടെ പോയത്. എല്ലാം ക്ലിയർ എല്ലാം പറഞ്ഞിട്ടാ പോയത്. ഒന്നും ഇനി പറയാൻ ബാക്കി വെച്ചിട്ടില്ല. ഇല്ല. ഇദസ്തബാഹു അസ്സിന, വിവാഹേതര ബന്ധങ്ങൾ അനുവദനീയമാകുന്ന കാലം വന്നാൽ. എന്താ സംഭവം ഇല്ലേ? അനുവദനീയമായ ഒരു കാലം വന്നില്ല. ഇനി എന്താ ഇപ്പൊ സംഭവം? ഇതിനകത്ത് ഇനി എന്താ പറയാൻ? എത്രത്തോളം എന്ന് വെച്ചാൽ പെണ്ണുങ്ങൾ പരസ്യമായിട്ട് ഈ പരിപാടിക്ക് പോകുന്ന പറഞ്ഞത്. പരസ്യമായിട്ട് ഇപ്പൊ ആകാൻ കുഴപ്പമില്ല. അത് അതീതുണ്ട്. അടിച്ചാണല്ലോ ഇപ്പൊ വലിയ കാര്യം. സ്കൂളിലും ബൈക്കിനകത്തൊക്കെ കയറിയിരുന്ന് പോകുന്ന പോക്ക് കണ്ടു കഴിഞ്ഞാൽ ജിറാഫ് പോകുന്ന പോലെ ഇരിക്കുന്നെങ്കിൽ പോക്കൊക്കെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ പറയണം. സ്കൂളിലൊക്കെ പോകുമ്പോ എന്താ സംഭവം? ഞാൻ ഇന്നിപ്പോ കേട്ടു 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ തമ്മിൽ ലവ് വന്നു. എന്താ റബ്ബേ ഇത്? എവിടെ കൊണ്ടുവച്ചാ ലവ് ഉണ്ടാക്കുന്നെന്നുള്ള നമ്മളറിയാൻ പറ്റും. 4ാം ക്ലാസ്സിൽ ഉണ്ട്. അത് പറഞ്ഞ അമ്മമാര് ചിരിയുണ്ടാവും. കൊച്ചു കുണ്ടന്മാര് കൊള്ളാം. മാരെ ചിരി ഉണ്ടോ? അത് തന്നെയാണ് പേര്. ഇപ്പോഴേ പഠിച്ച് ആ സാധനത്തിന്റെ പേര് ഇപ്പോഴേ അമ്മമാർ. അല്ലെങ്കിൽ അവർ ഒരു നാളെ കുട്ടികൾക്ക് പോലും അങ്ങനെ ആയിപ്പോയി. ആലോചിച്ച് നോക്കുക അബീവേ, ഇല്ലേ? ഇനി വളർന്നുള്ള അവസ്ഥ എന്താ? പണ്ട് നമ്മൾ മുസ്ലിയാരായത് നന്നായി, അല്ലെങ്കിൽ നമ്മൾ ഇതിനേക്കാൾ ഏറ്റവും വലിയ ലവറായി പോയനെ. അള്ളാഹ് നമ്മളെ സംരക്ഷിച്ച. ഇതൊക്കെ ഉള്ളത് കൊണ്ട് പേടിയാ. പെണ്ണുങ്ങൾ ഇങ്ങോട്ടും എടുക്കൂല, നമുക്ക് അങ്ങോട്ടും എടുക്കാൻ ആഗ്രഹമില്ലഞ്ഞിട്ടല്ലോ. ആർക്ക് മനുഷ്യന്മാർ ആഗ്രഹമില്ലാത്ത മലക്കുകൾ പോലും ആഗ്രഹിച്ചല്ലേ? നിങ്ങൾ എന്താ പറഞ്ഞ 6 മാറുന്ന ചരിത്രം എന്താ? നിങ്ങളെന്താ വിചാരിച്ചതൊക്കെ? അതൊക്കെ പോട്ടെ, പക്ഷേ അതിലേക്കൊന്നും കിടക്കണ്ട. അപ്പൊ ഞങ്ങളെ മാത്രം നിങ്ങൾ കുറ്റം പറയരുത്. ഞങ്ങൾ നിങ്ങളെ പോലെ മനുഷ്യന്മാരൊക്കെ തന്നെയാണ് കേട്ടോ. നിങ്ങളെ മാത്രം കുറ്റം പറയണ്ട. അള്ളാഹ് നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അള്ളാഹു നമ്മളെ ഇസ്സത്തിലാക്കട്ടെ, ഇഫത്തിലാക്കട്ടെ. ദുനിയാവി ഉഖ്റവി ഫളീഹത്തിൽ നിന്ന് യാ അല്ലാഹ് നീ കാക്കണേ റബ്ബേ, കാക്കണേ റബ്ബേ, നീ കാക്കണേ റബ്ബേ, കാക്കണേ റബ്ബേ. അല്ലാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ഒരു കാലം വരും. എന്താ റബ്ബേ, ഹബീബായ തങ്ങളുടെ വാക്കുകൾ കേട്ട് കഴിഞ്ഞാല് ഓരോരോ സംഭവം വരുമ്പോൾ നമ്മളെ ഓരോ ഹദീസുകളൊക്കെ നോക്കുമ്പോൾ പടച്ചൻ എന്ത് ഇന്നലെ ഇറങ്ങിയതാണോ? لا تقوم الساعة حتى يتصافد الناس تصافد البهائم في الطريق. ഖിയാമത്ത് നാളെ സംഭവിക്കുകയില്ല. പരസ്യമായി ജനങ്ങൾ നടുറോഡിൽ വെച്ച് മൃഗങ്ങളെ പോലെ വേഴ്ച നടത്തുന്ന ഒരു കാലം വരാതെ ലോകം അസ്തമിക്കുകയേ ഇല്ല എന്ന് ലോകത്തിന്റെ മുത്ത് മുഹമ്മദ് മുസ്തഫ. മൃഗങ്ങളെ പോലെ. മൃഗങ്ങൾ റോഡ് സൈഡിലല്ലേ? മൃഗങ്ങൾക്ക് അങ്ങനെ വല്ല ഉണ്ടോ? നമ്മളെ പറയണം എന്താടാ മൃഗത്തെ പോലെ എന്ന് നമ്മൾ പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താ? മൃഗങ്ങളെ പോലെ ഇവനും തുടങ്ങി. വഴിയോരങ്ങളില്, റോഡിന്റെ സൈഡില് പറഞ്ഞ വാക്കാണ്. അപ്പൊ എന്താ അടുത്തത് സംഭവിക്കുന്നത്? 3 കാര്യം. ഒന്നുകൂടെ വേറൊരു ഹദീസ്. ഓരോന്നോരോന്ന് വേറെ പോകും. അതാണ് ഇപ്പൊ. അപ്പൊ ആദ്യത്തെ വിട്ടുപോകും. അതല്ല ഈ പ്രശ്നങ്ങള്. അല്ലാഹുവേ, ലോകത്ത് ഇത് അനുവദിക്കപ്പെട്ട സ്ഥലമാണ് അമേരിക്ക. യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ വിവാഹേതര ബന്ധം അനുവദിക്കപ്പെട്ടു. വർഷത്തിൽ 56,300 എയ്ഡ്സ് രോഗികൾ ഉണ്ടാകും. വർഷത്തില് 18,000 പേര് വർഷത്തിൽ മരണപ്പെട്ടു പോകുന്നു. 3 ലക്ഷം അവിവാഹിതകൾ ഗർഭിണികളാണ്. 3.5 ലക്ഷം പെണ്ണുങ്ങളുടെ ഗർഭം അലസുന്നു. അവിടെ അബോർഷൻ നടത്തുന്നു അമേരിക്കയില്. ഒരു പുസ്തകത്തിലുള്ളതാ. പുസ്തകത്തിന്റെ പേരെന്താ? ഫാദർലെസ് അമേരിക്ക. തന്തയില്ലാത്ത അമേരിക്ക എന്ന് പുസ്തകത്തിന്റെ പേരാ. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? പാപ്പാട് ആവശ്യമുണ്ടോ ഇതിനുമല്ലോ? വരുന്നവനും പോകുന്നവനും ഒക്കെ കയറി ഇറങ്ങാവുന്ന സൂപ്പർ മാർക്കറ്റായി മാറി പെണ്ണുങ്ങള്. ഇഷ്ടമുള്ളവന് വരാം, ഇഷ്ടമുള്ളവർക്ക് പോകാം. അങ്ങനെ ആയി മാറിയില്ലേ? ഇത് പാശ്ചാത്യൻ സംസ്കാരമാണ്, ഇന്ത്യൻ സംസ്കാരമല്ല. ഇന്ത്യയിലും അങ്ങനെ നിയമം വന്നുപോയി. എന്റെ മുസ്ലിം സഹോദരി സഹോദര, നമ്മൾ സൂക്ഷിച്ചു. നമ്മുടെ ദീൻ അല്ലാഹു നമ്മളെ അനുഗ്രഹിച്ച ദീനാണ്. നമ്മൾ സൂപ്പർ മാർക്കറ്റ് ഒന്നും അല്ല.
നമ്മൾ സൂപ്പർ മാർക്കറ്റ് ഒന്നുമല്ല. നമ്മക്ക് കാശറിന് ഇരിക്കാൻ ഒരു സ്ഥാനമുണ്ട്, അയാൾക്ക് മാത്രമേ അവിടെ ഇരിക്കാൻ പറ്റുള്ളൂ, വേറെ ആർക്കും അവിടെ കയറി തോണ്ടാൻ പറ്റൂല. അത് പരിശുദ്ധമായ ശരീഅത്തിന്റെ നിയമമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, 3 കാര്യങ്ങൾ അധികരിച്ചാൽ എന്റെ ഉമ്മത്ത് ശരീഅത്തിൽ നിന്ന് പുറത്തു പോകും. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ, അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. ഓ എന്താ സംഭവം! അല്ലാഹ് ലാ തസാലുൽ ഉമ്മത്തു അലാ ഹാദിഹി ശരീഅ ഇല്ലാ ലഹറ ഫീഹിം സലാസുൻ കമാ ഖാല റസൂലുള്ളാഹി. 3 കാര്യങ്ങൾ വെളിപ്പെട്ടാൽ എന്റെ ഉമ്മത്ത് ശരീഅത്തിൽ നിന്ന് പുറത്താണ്. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. 1 മാലം യുഖ്ബദു മിൻഹുൽ ഇൽം, അവരിൽ നിന്ന് ഇൽമ് പിടിക്കപ്പെട്ടു കഴിഞ്ഞാൽ എന്റെ ഉമ്മത്ത് ശരീഅത്തിൽ നിന്ന് പുറത്തേക്ക് പോകുമത്രേ. അല്ലാഹുവേ, എങ്ങനെയാണ് ഉമ്മത്ത് ഇൽമ് പിടിക്കപ്പെടുന്നത്? മഹാന്മാരായ പണ്ഡിതന്മാര് മരണപ്പെട്ടു പോകലാണ്. ദീനിന്റെ സഭകൾ ഉണ്ടാവുകയില്ല, ദീനിന്റെ സദസ്സുകൾ ഉണ്ടാവുകയില്ല. ദീന് പറഞ്ഞാൽ കേൾക്കാൻ ഈ ഉമ്മത്തിനൊരു താല്പര്യവും ഉണ്ടാവുകയില്ല. ഈ അടുത്ത സമയത്ത് മഹാന്മാര് എത്ര പേരാണ് നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയത്. വടക്കൻ കേരളത്തിലെ എത്രയെത്ര പണ്ഡിത മഹത്തുക്കൾ, തെക്കൻ കേരളത്തിൽ ഖിദ്മത്തെടുത്ത ഇന്നലെ മരണപ്പെട്ട ബഹുമാനപ്പെട്ട ശൈഖുന ബീരാൻകുട്ടി ഹസ്രത്ത് നവ്വറല്ലാഹു മർഖദഹു, അല്ലാഹു അവിടുത്തെ ദറജാത്തുകൾ ഉയർത്തി കൊടുക്കട്ടെ. പടച്ചവനെ ദറജാത്തുകൾ ഉയർത്തണേ അല്ലാഹ്, അവരുടെ സയ്യിആത്തുകൾ ഹസനാത്തുകളാക്കണേ അല്ലാഹ്. മഹാന്മാരോടൊപ്പം സാലിഹീങ്ങളോടൊപ്പം ഞങ്ങളെ നീ സ്വർഗ്ഗത്തിലെത്തിക്കണേ അല്ലാഹ്. അതിനു മുമ്പ് എത്രയോ സഹോദരങ്ങൾ, മഹാന്മാരായ പണ്ഡിതന്മാര്, തലയെടുപ്പുള്ള പണ്ഡിതന്മാർ മരണപ്പെട്ടില്ലേ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് ഇൽമുകൾ പിടിക്കപ്പെടുമെന്ന് പറഞ്ഞാൽ ആത്മീയ ആചാര്യന്മാരായ സാലിഹീങ്ങളായ മഹത്തുക്കൾ മരണപ്പെട്ടു പോകലാണ്. എന്നെ പോലുള്ള ചണ്ടികള് മാത്രം അവശേഷിക്കും. ചണ്ടികള്, സാലിഹീങ്ങളൊക്കെ പോകും, നല്ല നല്ല മഹാന്മാർ പോകും, ചണ്ടികൾ മാത്രം അവിടെ കാണും. ചാവൂല്ല, ചാക്കാലയില്ല, അങ്ങനത്തെ കുറെ എണ്ണം മാത്രം. ആലിമീങ്ങൾ പറയുന്ന വാക്കുകൾക്ക് വില കാണുകയില്ല. എന്റെ ഉമ്മത്തികളുടെ മേലൊരു കാലം വരും, ആലിമീങ്ങളുടെ വാക്കുകളെ അവർക്ക് വില കൊടുക്കുകയില്ല. മെമ്പറിൽ മെഹ്റാബിലും കല്യാണ വീട്ടില് ഗാനമേള പാടില്ല എന്ന് പറഞ്ഞ മുസ്ലിയാരെ പെട്ടികെട്ടിക്കോളം പറയും. യാ അല്ലാഹ്, എന്നാ ഞാൻ ഹക്കല്ല പറഞ്ഞല്ലോ, ഹക്കൊക്കെ തന്നെയാണ്. പക്ഷെ അയാളാ നമ്മുടെ പള്ളിയുടെ മിനാരം പണിഞ്ഞത്, മെമ്പർ പണിഞ്ഞത്, നമ്മുടെ പള്ളിയുടെ ചെലവ് നിലനിർത്തിക്കൊണ്ട് പോകുന്നത് അയാളാണ്. അയാൾക്കെതിരെ എങ്ങാനും പറഞ്ഞ മുസ്ലിയാരെ എങ്ങോട്ട് നിൽക്കാൻ പറ്റുമോ? യാ അല്ലാഹ്, മുസ്ലിയാരെ പ്രസംഗിക്കുമോ? പാവം പിടിച്ച എന്നെ പോലുള്ളവനായി വാള് പറഞ്ഞെങ്കിലും ജീവിക്കും. ഈ പാവം പിടിച്ച മുസ്ലിയാക്കന്മാരെ കുറിച്ച് 10,000-3,500 രൂപ ശമ്പളം കിട്ടുന്ന ആള് അവിടെ പള്ളി മെമ്പറിൽ പോയി നിന്നുകൊണ്ട് കമ്മിറ്റിക്കാർക്കെതിരെ പ്രസംഗിക്കാൻ പറ്റുമോ? അപ്പോഴേ പറഞ്ഞു വിടൂലേ? എന്ത് ചെയ്യാൻ പറ്റും? അതാണ് നബി തങ്ങൾ പറഞ്ഞ ഒരു കാലം വരും, മുസ്ലിയാക്കന്മാരുടെ വാക്കുകളെ സ്വീകരിക്കുകയില്ല. അത് എന്റെ ഉമ്മത്ത് ശരീഅത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്നതിന്റെ അടയാളമാണ്. പടച്ചവൻ കാത്തുരക്ഷിക്കട്ടെ. അല്ലേ? ഇവിടെ ആകുമ്പോ നമുക്ക് റാഹത്തായിട്ട് പറയാമല്ലോ, വച്ചക്ക് ഇവന്മാരെന്നെ അടുത്ത പ്രാവശ്യം വിളിക്കൂല എന്നല്ലേ ഉള്ളൂ. എടാ, ആ പണ്ടാരത്തെ എങ്ങാനും ഇവിടെ കൊണ്ടുവന്നാൽ ഞങ്ങൾ പൈസ തരൂല, ഒരു പ്രശ്നവും ഇല്ല. അൽഹംദുലില്ലാ, ഇപ്പോഴെങ്കിലും കേൾക്കാനും പറയാനും തൗഫീഖ് കിട്ടിയില്ലേ, അത് മതി. ദീൻ പറയുന്നതിന് എന്താ പേടി? അള്ളാന്റെ റിസ്ക് വരുന്നത് പച്ചയ്ക്ക് എവിടെയും പറയാം. എന്റെ പള്ളിയിൽ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഞാൻ അവിടുത്തെ കമ്മിറ്റിക്കാരൻ എന്തായാലും തോന്നിയാസങ്ങളെ ഞാൻ വിളിച്ചു പറയും. എനിക്ക് പേടിയൊന്നുമില്ല, അള്ളാഹല്ലേ പേടി. അവനെ ആരെ പേടിക്കാൻ? റിസ്ക് വരുന്ന അള്ളാഹല്ലേ, നമ്മൾ ആരെ പേടിക്കാൻ? ഹക്ക് പറയണ്ടേ? പിന്നെ ഹക്ക് പറയണ്ടേ? ഹക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. പിന്നെ ആരും ഇത് പറഞ്ഞു കൊടുക്കും? ചെയ്യുകയോ ചെയ്യാതിരിക്കും, അത് വിഷയം വേറെ. പറയേണ്ട ബാധ്യത നമ്മുടെ ബാധ്യത, നമ്മളത് പറയുക. അതാണ് വേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒന്ന് മാലം യുഖ്ബദു മിൻഹുൽ ഇൽം, ഇൽമ പിടിക്കപ്പെടാതിരിക്കുക. ഇൽമ പിടിക്കപ്പെട്ടു, ഇൽമ കേൾക്കാൻ ഇതേപോലെ ഇൽമിന്റെ സദസ്സ്, വഅദിന്റെ സദസ്സ്, ഇതൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു പോയാൽ നമ്മൾ ശരീഅത്തിൽ നിന്ന് പുറത്തു പോകും. കാരണം ഇൽമ കിട്ടുന്നില്ല, ജാഹിലത്തായി പോയി, ജാഹിലീങ്ങളായി പോയി, അതപ്പതിച്ചു പോയി, ദീൻ പഠിപ്പിച്ചാൽ ആളില്ലാതെയായി, സദസ്സില്ലാതെയായി. അപ്പൊ നമ്മൾ അനാചാരത്തിന്റെ ചെളിക്കുണ്ടിലേക്ക് വീണുപോയി. നബി തങ്ങൾ പറഞ്ഞ വാക്കാണ്. 2 മാലം യുൽഹർ ഫീഹിം വലദുൽ
ഖിൻസ് ഐ വലദുൽ ഖനസ്, ജാരസന്താനങ്ങൾ അധികരിക്കുന്ന ഒരു കാലം വന്നാൽ അന്ന് ഈ ഉമ്മത്ത് ശരീഅത്തിൽ നിന്ന് പുറത്തു പോകും. ജാരസന്താനങ്ങൾ അധികരിക്കാൻ പോകുന്നത് എപ്പോഴാണ്? വിവാഹേതര ബന്ധങ്ങൾ അനുവദനീയമാകുമ്പോൾ ജാരസന്താനങ്ങൾ അധികരിക്കും. 3 ലക്ഷത്തോളം ജാരസന്താനങ്ങളാണ് അമേരിക്കയിലെന്ന് ആ കിതാബിൽ കാണാം. ആ പുസ്തകത്തില് ഫാദർലെസ് അമേരിക്ക എടുത്തു വെച്ച് പരിശോധിച്ച് നോക്കിയോ, നെറ്റൊക്കെ അടിച്ചു നോക്കിയാൽ കാണാം. അതിൽ കാണാം 3 ലക്ഷത്തോളം തന്തയില്ലാത്ത മക്കള്. ചുമ്മാ അല്ല ആളുകൾ തന്തയില്ലാത്തവനെന്ന് വിളിക്കുന്നത് ഇല്ലേ? തന്തയില്ലാത്തവനെന്ന് വിളിച്ചാൽ തന്തയില്ലാത്ത മക്കളുണ്ടാവില്ല, പക്ഷെ ഒറിജിനൽ തന്തയില്ലാത്തവരെന്ന് വിളിക്കണം. അതായത് അസൽ അബു മാഫി ലക് യാ അഖി ലാ മാഫി അസൽ ഇല്ലാത്ത തന്ത ഇല്ലാതിരിക്കില്ല. തന്ത എല്ലാവരും കാണുമല്ലോ. നമ്മളിപ്പോ തന്ത കൊണ്ട് ഇവിടെ ചെയ്ത തമിഴ്നാട്ടിൽ തന്ത എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ മഹത്തായ വാക്കാണ്. തായ്മാറുകളെ, തന്തൈകളെ, ഗണ്ണിയമിക്ക്, അൻപുക്കുറിയ തായ്മാറുകളെ, ആസിരിയറുകളെ എന്നൊക്കെ പറഞ്ഞ അവരുടെ വാക്കുകളാണ്. അത് തന്തൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിതാവിന് മഹത്വം നൽകി പറയുന്ന വാക്കാണ്. നമ്മൾ തന്ത എന്ന് കാണാൻ പറഞ്ഞാൽ അവന്റെ മൂക്കാമ്പട്ട അടിച്ചെല്ലാം കൂടെ നിർത്തോളെ സംഭവം തന്ത എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് എല്ലാം നമ്മൾ മനസ്സിലാക്കണം. ഓരോരോ ഭാഷകളും മനസ്സിലാക്കുന്നത് നല്ലതാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി പറഞ്ഞ വാക്കെന്താ? വലദുൽ ഖിൻസ് അധികരിക്കും. വലദുൽ ഖിൻസ് പറഞ്ഞാൽ ഈ പറഞ്ഞ സാധനങ്ങൾ, ജാരസന്താനങ്ങൾ അധികരിക്കും. അത് അധികരിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? ശരീഅത്തിൽ നിന്ന് പുറത്തു പോയി. ഇപ്പൊ ജാരസന്താനങ്ങൾ അധികരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മളൊക്കെ ഒളിച്ചോടി പോയി എവിടെന്നെങ്കിലും ഒക്കെ മക്കൾ പോയി ഉണ്ടായിട്ട് വരും. അങ്ങോട്ട് കാലിക്ക് പോകും, ഇങ്ങോട്ട് ലോഡായിട്ട് വരും. അപ്പൊ എവിടെങ്കിലും കൊണ്ടുപോയിട്ട് കെട്ടിച്ചു കൊടുക്കും. പറ്റത്തില്ല, ഹലാലല്ല. അതുകൊണ്ട് തന്നെ അത് മാറ്റിയിട്ട് പിന്നെ ഹലാലായി ഒരുത്തനെ കൊണ്ടുവന്ന് കെട്ടിച്ച് ഒപ്പിച്ചു വെച്ച് കൊടുക്കും. പിന്നെ അവനും കൂടെ ബന്ധപ്പെടും. പക്ഷെ ഒറിജിനൽ അതിനകത്ത് കിടപ്പുണ്ട്. ഇവന്റെ സ്റ്റെപ്പിനെയാണ് മാഫി ഫായിദ, പറഞ്ഞിട്ട് കാര്യമില്ല. അതിലാണ് ഈ ജാരസന്താനം. അതങ്ങനെ നമ്മൾ പറഞ്ഞു കൊടുക്കണ്ടേ? ഇനിയെങ്കിലും പണ്ടാരം ഒളിച്ചോടാതിരിക്കട്ടെ. ഓരോന്ന് നിയത്തിയതിരിപ്പുണ്ട് ഇതിനകത്ത്. ദുആയ്ക്ക് ഒരാൾക്ക് സിമന്റ് തന്നിട്ട് ഒളിച്ചോടാ വഴി റെഡിയാക്കി ഞങ്ങൾ എത്ര ഹദീസ് വായത്തും പറഞ്ഞിട്ടും ഇതിന്റെ തലയിൽ കയറൂല. ഭയങ്കര വിഷമം തന്നെയാണ്. പറഞ്ഞു ഞാൻ മടുത്ത സംഭവം. എന്നിട്ടും പിന്നെയും ഓടുവാണ്. ഈ പ്രസംഗിക്കുന്ന അനുസരിച്ച് കൂടുന്ന ആളുടെ കുറയുന്നില്ല സംഭവം. അതാ പറഞ്ഞത്, കൽബിൽ സീല് വെച്ച് കഴിഞ്ഞാൽ അബീവേ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. സീല് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ദീനിന്റെ കാര്യങ്ങളൊന്നും പറഞ്ഞാൽ കേറൂല, അകത്തോട്ട് പോയില്ല. പിന്നെ വരുന്നത് ജാരസന്താനാണ്. ആ മക്കളൊക്കെ ആയിരിക്കും ഈ വാപ്പാക്കും ഉമ്മാക്കൊക്കെ എതിര്. കാക്കട്ടെ അല്ലാഹ്, നീ കാക്കണേ പഠിച്ച ഞങ്ങളുടെ മക്കളെയൊക്കെ നീ സാലിഹീങ്ങളാക്കണേ അല്ലാഹ്. എനിക്കപ്പോ ഈ ഓർമ്മ വരുന്ന ഒരൊറ്റ ആയത്താണ്. അല്ല പറഞ്ഞത് എന്താ? അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. സൂറത്തു തഹരീം അല്ല പറഞ്ഞൊരു വാക്കെന്താ? യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ വഖൂദുഹാ الناس والحجارة عليها ملائكة غلاظ شداد لا يعصون الله ما أمرهم ويفعلون ما يؤمرون. الله പറഞ്ഞ വാക്ക് സൂറത്ത് തഹരീം. الله പറഞ്ഞ വാക്കാണ്. ഏ സത്യവിശ്വാസികളെ, ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ. നീയും നിന്റെ ശരീരത്തെയും നിന്റെ മക്കളെയും നിന്റെ ഭാര്യയെയും നിന്റെ ഉമ്മയെയും വാപ്പയെയും നരകത്തിന്റെ തീയിൽ നിന്ന് നീ സംരക്ഷിക്കണേ, രക്ഷപ്പെടുത്തണേ. നമ്മളോടല്ല പറഞ്ഞത്. അതാണ് ആ ആയത്തോർത്ത് വെച്ചാൽ നമ്മുടെ മക്കളെ നമ്മൾ നോക്കും. ഓരോ വ്യക്തികളും നമ്മുടെ മക്കളെ പഠിപ്പിക്കാൻ വിടുമ്പോ മഫ്റ്റിയില് ബൈക്കിൽ നമ്മൾ പിറകിൽ പോകണം. അവള് പോകുന്നത് അഡ്വഞ്ചർ പാർക്കിലാണോ ബീച്ചിലാണോ അതല്ല കോളേജിലാണോ, നമ്മൾ പിറകിലൊന്ന് പോകണം. നമ്മുടെ ബാധ്യത. എന്റെ മോള നഷ്ടപ്പെടുന്നത്, നമ്മുടെ മോള നഷ്ടപ്പെടുന്നത്. നമ്മള് 10-18 വർഷം കൊണ്ട് വളർത്തിക്കൊണ്ടുവന്ന മോള് ഒരു സുപ്രഭാതത്തിൽ ഒരു ദുർബല നിമിഷം
വർഷത്തിൽ ആരുടെയെങ്കിലും പ്രണയത്തിൽ കുടുങ്ങിയിട്ട് ഒളിച്ചോടി പോകുമ്പോ ഇന്ത്യൻ നിയമവും അവൾക്ക് അനുകൂലമാണ്. പക്ഷെ 18 വർഷത്തെ നമ്മുടെ എല്ലാം അതോടുകൂടി നഷ്ടമാവുകയാണ്. ആ വാപ്പയും ഉമ്മയും ഖേദിക്കുന്നു, വിഷമിക്കുന്നു, അറ്റാക്ക് വരുന്നു, സ്ട്രോക്ക് സംഭവിക്കുന്നു. ഈ ശാപം മുഴുവനും ഇവളുടെ തലയിലാണ്. അവസാനം ഇവൾ പട്ടിയെ പോലെ, പന്നിയെ പോലെ ചീഞ്ഞ് അഴുകി ചത്തു കിടക്കുന്ന ഒരു രംഗമാണ് ഈ സമുദായം മൊത്തം കാണാൻ പോകുന്നത്. അതാണ് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാലും പഠിക്കൂല. ആരുടെയൊക്കെ ശാപമാണ്? ഈ 18 വർഷം താലോലിച്ച് വളർത്തി ഉമ്മാന്റെ ശാപം, ഉപ്പാന്റെ ശാപം. മടിയിൽ കിടത്തിയിട്ട് തല തടവി കൊടുത്ത്, വെള്ളം കൊടുത്ത്, പാല് കൊടുത്ത് ആ കൈക്ക് തന്നെ കടിച്ചു. ആ ഉപ്പയെയും ഉമ്മയെയും വഞ്ചിച്ചു. 2 വർഷം പഴക്കമുള്ള ചങ്ങാതിക്കാണ് സ്ഥാനം. 18 വർഷം പഴക്കമുള്ള വാപ്പാക്കും ഉമ്മാക്കും ഒരു സ്ഥാനമില്ല. അപ്പോ ഇവളെ ആരെങ്കിലും കല്യാണം കഴിച്ചാൽ, വേറെ ഒരുത്തം തെങ്ങിന്റെ മുകളിൽ നിന്ന് ചിരിച്ചാൽ അവളുടെയും പിന്നാലെ ഒളിച്ചോടി പോലെന്ന് എന്താ ഉറപ്പ്? അതാണ് മനസ്സിലാക്കേണ്ടത്. 18 വർഷത്തെ ഉമ്മയും ഉപ്പയെയും ധിക്കരിച്ചിട്ട് പോകുമ്പോൾ നമ്മൾ ചിന്തിക്കണം. അതിലൂടെ മോളെ നിനക്കുണ്ടാകുന്നത് ജാരസന്താനമാണ്. അത് അധികരിച്ചാൽ നിനക്ക് മാത്രമല്ല ഷർറ്, ഈ നാട്ടിലുള്ള മുഴുവൻ പേർക്കും അതിന്റെ ഷർറ് ഉണ്ടാകും. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, നമ്മളെ അയൽവക്കത്തെ പെണ്ണിന്റെ കാര്യം നമ്മൾ നോക്കണ്ട. നമ്മുടെ മക്കളെ നമ്മൾ സൂക്ഷിച്ചു, നമ്മുടെ പേരക്കുട്ടികളെ, നമ്മുടെ മകളുടെ മക്കളെ നമ്മൾ സൂക്ഷിക്കുക. അല്ലാഹു ഖുർആനിൽ പറഞ്ഞ വാക്കതാണ്. അതല്ലാതെ എല്ലാരെയും നന്നാക്കാൻ നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല, നടക്കുകയില്ല. നമ്മുടെ മക്കളെ പഠിച്ചു പോകാതെ ദുആ ചെയ്യണം. എന്ത് ദുആ? റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. അല്ലാഹുവേ, കൺകുളിർമയുള്ള ജനങ്ങൾക്ക് മാതൃകയായ മക്കളെ നീ ഞങ്ങൾക്ക് തരണേ അല്ലാഹ് എന്ന് പറഞ്ഞ് നമ്മൾ ദുആ ചെയ്യുക.